ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് സാംസങ് ഫോണുകളിലെ വര. ഡിസ്പ്ലേയിൽ വരയില്ലാത്ത ഒരു സാംസങ് S22 അൾട്രയും കാണാനില്ലെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. S22 അൾട്ര, S23 അൾട്ര, പിന്നെ S24 വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. സോ എന്താണ് സാംസങ്ങിന് പറ്റിയെന്ന് നോക്കാം. ഈ സാംസങ്ങിന് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും നെറ്റിനകത്തൊക്കെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഒരു ടേം കാണാറുണ്ട്, പ്ലാൻ ഒബ്സൊലസൻസ്. ഈ പ്ലാൻ ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള കമ്പനികളെല്ലാം എത്ര വർഷം അവരുടെ പ്രോഡക്റ്റ് നീണ്ടു നിൽക്കുന്നുള്ള ഡ്യൂറബിലിറ്റിക്കാണ് കാശ് മുടക്കി ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയാണ് അവർ R&D ചെയ്തിരുന്നെങ്കിൽ, ഇത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് ആ ലൈഫ് ടൈം അവർ തീരുമാനിക്കുന്ന ലൈഫ് ടൈം ഉണ്ട്. ആ ടൈം കഴിയുമ്പോഴത്തേക്കും അടിച്ചു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് യൂസബിൾ അല്ലാതെ നമ്മളെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് പ്ലാൻ ഒബ്സൊലസൻസ്. ഈ സംഭവം തുടങ്ങിയത് സാംസങ്ങിലൂടെ ഒന്നുമല്ല. സാംസങ് അങ്ങനെയാണെന്ന് അവർ എപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും, സാംസങ് കമ്പനി ഇതിനെയൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും, പലരും ഇതൊരു പ്ലാൻ ഒബ്സൊലസൻസ് ആണെന്ന് പറയുന്നു. കാരണം എനിക്കൊരു സാംസങ് ഗാലക്സി S3 ഉണ്ടായിരുന്നു. സാംസങ് ഗാലക്സി S3 ഞാൻ ഒരു 1-2-3 വർഷം ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്ത് ലാസ്റ്റ് പണ്ടൊക്കെ ആമോലെഡ് സ്ക്രീനിന്റെ അവസാനം അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് മൊത്തത്തിൽ പച്ച കളറായി പോകും. കാരണം ആമോലെഡ് സ്ക്രീനിന്റെ പ്രൈമറി കളർ പച്ചയാണ്. സോ ആ LED ലാസ്റ്റ് സ്റ്റേജ് അല്ലെ LED അവസാനം ചത്തു പോകുന്നത് ഒരു പച്ച കളറിലോട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ മൊത്തത്തിൽ പച്ചയായി പോകും. അങ്ങനെ പച്ചയായി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം ഇത്ര വർഷമാണ് ഒരു LED ലൈഫ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു 3-4 വർഷമൊക്കെയാണ് അന്നൊക്കെ LED കിടന്നുകൊണ്ടിരുന്നത്. കാരണം 4-5 വർഷമൊക്കെ ഇങ്ങനെ പച്ചയാവാതെ ഓടിയ സാംസങ്ങുകളും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല. ഇപ്പോൾ ആമോലെഡ് ഡിസ്പ്ലേ, പ്രത്യേകിച്ച് സാംസങ്ങിന് ആമോലെഡ് ഡിസ്പ്ലേസ് ഒക്കെ പെട്ടെന്ന് വര വീഴുന്നുണ്ട്. ഞാൻ നെറ്റ് നോക്കിയപ്പോഴത്തേക്കും അതിന് എല്ലാവരും കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഇവർ കണക്ട് ചെയ്യുന്ന ഒരു റബ്ബറിന്റെ അല്ലെങ്കിൽ ഒരു വയറുണ്ട്, ഒരു കണക്ടറുണ്ട്. ആ കണക്ടറിനകത്ത് ഓക്സിഡേഷൻ വരുന്നു. ആ കണക്ടറിന് ക്വാളിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ വെച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആ കണക്ടേഴ്സ് ഓക്സിഡൈസ് ആവുന്നു. അതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. സോ എന്താണ് പ്ലാന്റ് ഒബ്സൊലസൻസ് എന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ് ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഫീബസ് കാറ്റൽ എന്ന് പറഞ്ഞ കാറ്റൽ ഉണ്ടായിരുന്നു. പണ്ടുള്ള ടങ്സ്റ്റൺ വെച്ചിട്ടുള്ള ബൾബ് അല്ലെങ്കിൽ ഫിലമെന്റ് ഉപയോഗിച്ചുള്ള ബൾബിനെല്ലാം മുടിഞ്ഞ ആയുസായിരുന്നു. 5000 മണിക്കൂറൊക്കെയാണ് ഓരോ ബൾബ് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 5000 മണിക്കൂറൊക്കെ ബൾബ് കത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കമ്പനികൾക്കൊന്നും റീപർച്ചേസ് വരുന്നില്ല. കമ്പനികൾക്ക് റീപർച്ചേസ് വരാതെ വരുന്നപ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ് ഷ്രിങ്ക് ആയപ്പോഴത്തേക്കും ഒരു പറ്റം കമ്പനീസ് എല്ലാം കൂടെ ഫീബസ് കാർട്ടൽ രൂപീകരിച്ചിട്ട്, അതിനകത്ത് ഫിലിപ്സ് ഉണ്ട്, ഓസ്ട്രം ഉണ്ട്, അങ്ങനത്തെ അന്നത്തെ മെയിൻ ഫിലമെന്റ് ബൾബ് നിർമ്മാതാക്കളെല്ലാം കൂടെ ഒരു കാർട്ടലുണ്ടാക്കി അവരൊരു കാര്യം തീരുമാനിച്ചു. അവരതുവരെ ഉപയോഗിച്ചിരുന്ന ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഫിലമെന്റിന്റെ ടങ്സ്റ്റണിനകത്ത് മൊത്തത്തിൽ നല്ല ക്വാളിറ്റി കൂടി 100% ടങ്സ്റ്റൺ ആയിരിക്കാം യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കും അത്ര ലൈഫ് കിട്ടിയത്. സോ ഈ ടങ്സ്റ്റണിനകത്ത് ഉപയോഗിക്കുന്ന ടങ്സ്റ്റണിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തു. അങ്ങനെ